ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ജാർ കേക്കിൻ്റെ കപ്പ് കേക്ക്സിൻ്റെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. ഓവൻ ഇല്ലാതെ വെറും 2 മുട്ട വെച്ചിട്ട് ചെയ്തെടുക്കുന്ന ഈ ഒരു കിടിലൻ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് യമ്മി മലബാർ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു അരിപ്പ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ 1/2 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണിനേക്കാളും ഒരല്പം കുറവ് അളവിൽ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം ഒരു വിസ്കോ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ശേഷം നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്തിട്ട് മുട്ടയൊന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ശേഷം നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 1/2 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുക്കുന്നതെങ്കിൽ 1/4 കപ്പ് അളവിൽ പൊടിക്കാത്ത പഞ്ചസാര എടുത്താൽ മതി. പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ നമ്മൾ മൈദ എത്രയാണോ എടുത്തത് ആ അളവിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മുട്ടയും പഞ്ചസാരയും ഹൈ സ്പീഡിലിട്ടിട്ട് നന്നായിട്ട് ഇപ്പോൾ ബീറ്റായി വന്നിട്ടുണ്ട്. ഇതുപോലെ ബീറ്റായി വന്നാൽ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തതോ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്താൽ മതി. അപ്പോൾ കുറച്ച് മുമ്പ് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു പാം ഓയിൽ യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ അത് യൂസ് ചെയ്യാതെ ഇരിക്കുന്നതാണ് നല്ലത്. ഇതുപോലുള്ള ഓയിൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇതിവിടെ ബീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരിച്ച് മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നതിന് മുമ്പ് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു മിൽക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് 1/4 കപ്പ് അളവിൽ പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ബൂസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ സ്പഞ്ചിന് ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടുന്നുണ്ട്. നട്ടി ബബിൾ കേക്ക് യൂഷ്വലി നമ്മൾ വാനില കേക്കിൽ ചെയ്തെടുത്താലും കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ ഫ്ലേവർ നന്നായിട്ട് കൂടും, നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇത് ബൂസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള പാല് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. ചെറിയ ചൂടുള്ള പാലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. കൂടുതലായിട്ട് ചൂടുള്ള പാല് ചേർക്കരുത്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ ഉള്ള പാലും യൂസ് ചെയ്യരുത്. ഇനി 2-3 തവണയായിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ ചെയ്ത് വെച്ച മിൽക്കിൻ്റെ മിക്സ് ഉണ്ടല്ലോ, ബൂസ്റ്റ് വെച്ചിട്ട് ചെയ്തെടുത്ത അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ചെയ്തെടുത്ത മിൽക്കിൻ്റെ മിക്സിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ. അതുള്ളവർ മാത്രം ചേർത്താൽ മതി. ഞാനിപ്പോൾ ചേർത്തിട്ടില്ല, ചേർത്താൽ നന്നായിരിക്കും. ഇതേപോലെ നമ്മൾ ഓൾട്ടർനേറ്റ് ആയിട്ട് ചെയ്തെടുക്കുക. ആദ്യം നമ്മൾ ഫ്ലോർ ചേർക്കുക, പിന്നീട് പാല് ചേർക്കുക, അങ്ങനെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 തവണയായിട്ടാണ് ഞാൻ നമ്മുടെ മൈദപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മുടെ പാല് ചേർത്ത് കൊടുക്കാം. അങ്ങനെ എനിക്ക് 1/4 കപ്പ് മുഴുവനായിട്ട് ഈ മിൽക്ക് വേണ്ടി വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ 1/4 കപ്പ് നിറയെ എടുക്കേണ്ട. ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ നിങ്ങൾ പാലെടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ബൂസ്റ്റിൻ്റെ പൗഡർ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താലും മതിയാവും. അപ്പോൾ ഇത് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ബേക്ക് ചെയ്യാനായിട്ട് നമ്മുടെ കപ്പ് കേക്ക്സിൻ്റെ മോൾഡ് ഇതുപോലെ കടയിൽ നിന്ന് മേടിക്കാനായിട്ട് കിട്ടും. ഈ ഒരു കപ്പിന് 3 രൂപയാണ് റേറ്റ്. 2 രൂപയുടെ കപ്പ് കേക്കിൻ്റെ മോൾഡും അതുപോലെ തന്നെ 4 രൂപ 5 രൂപ അങ്ങനെ റേഞ്ച് വരുന്ന കപ്പ് കേക്കിൻ്റെ മോൾഡും നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ കപ്പ് കേക്കിൻ്റെ മോൾഡിൽ മുഴുവനായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കരുത്. അതിൻ്റെ ഒരു പകുതി ഭാഗം മാത്രമേ നമ്മൾ ചേർക്കാനായിട്ട് പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് പൊങ്ങി ബാറ്ററൊക്കെ പുറത്തേക്ക് ഒലിച്ചു പോകും. നമ്മൾ സാധാരണ കേക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് കേക്ക് ടിന്ന് നമ്മൾ മുഴുവനായിട്ട് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കില്ലല്ലോ, അതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. പിന്നെ ഇത് കട്ടിയുള്ള കപ്പ് കേക്ക് ആയതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ കപ്പ് കേക്കിൻ്റെ ആ ട്രേ പോലുള്ള സംഭവത്തിലോ അല്ലെങ്കിൽ നമ്മൾ പേപ്പർ ഗ്ലാസിൻ്റെ ഉള്ളിൽ വെച്ചിട്ടോ ഇത് ബേക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഡയറക്റ്റ് തന്നെ നമുക്ക് ബേക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ മോൾഡിലേക്ക് എല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ടാപ്പ് ചെയ്തിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ശേഷം ബാക്കി വന്ന ആ ബാറ്റർ നമുക്ക് ഒരു കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ്. അതിൽ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ബാക്കി വന്ന കേക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ കേക്ക് ടിന്നിൽ വെച്ച് ഉണ്ടാക്കുന്ന ബാറ്റർ വെച്ചിട്ട് നമുക്ക് 3 ജാർ കേക്കും നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നമ്മുടെ ബാറ്ററെല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് കപ്പ് കേക്ക്സും അതുപോലെ തന്നെ നമ്മുടെ പാനിലുള്ള
ബാറ്ററും നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പ്രീ ഹീറ്റ് ചെയ്ത പാനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കപ്പ് കേക്ക്സ് ഇതേപോലുള്ളൊരു സ്റ്റീൽ പ്ലേറ്റിൽ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പ്രീ ഹീറ്റ് ചെയ്ത പാനിൽ നമുക്ക് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്ക് വെറ്റ് ചെയ്യാനുള്ള ഷുഗർ സിറപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് അളവിൽ പാൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കോഫി മിക്സ് ചെയ്ത ഷുഗർ സിറപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കയ്യിലുണ്ടായത് കൊണ്ട് ചേർത്ത് കൊടുത്തു എന്ന് മാത്രം. നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ചെയ്തെടുക്കുമ്പോൾ അതിൽ ചേർത്ത സെയിം ഷുഗർ സിറപ്പ് തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതില്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പാല് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ശേഷം നമുക്കിതിലേക്ക് ബൂസ്റ്റിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം ബൂസ്റ്റ് പൗഡർ ചേർത്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ പൊട്ടിച്ച പാക്ക് തന്നെയാണത്. അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കണം. ഞാനിവിടെ അമൂൽ മിഠായി മേറ്റിൻ്റെ കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ പാല് ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ സാധാ ഷുഗർ സിറപ്പ് ചെയ്തെടുക്കില്ലേ, വെള്ളവും പഞ്ചസാര ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കുന്ന ഷുഗർ സിറപ്പ്, അങ്ങനെ ആയാലും കുഴപ്പമില്ല. ഇങ്ങനെ ചെയ്തെടുക്കുമ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് മാത്രം. അപ്പോൾ അതേ നമ്മുടെ കപ്പ് കേക്ക് എല്ലാം ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് കൂളാവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നമ്മുടെ കപ്പ് കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. 15 മിനിറ്റ് എടുത്തിട്ടില്ല, 10 മിനിറ്റാണ് എടുത്തിട്ടുള്ളത് കപ്പ് കേക്ക് ബേക്കാവാൻ വളരെ ലോ ഫ്ലെയിമിൽ. അതുപോലെ തന്നെ നമ്മുടെ പാനിലുള്ള കേക്ക് ബേക്കാവാൻ 15 മിനിറ്റും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കേക്കിൻ്റെ ചൂടെല്ലാം മാറിയതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഇത് കട്ട് ചെയ്ത് മാറ്റാനായിട്ട് ജാറിൻ്റെ ആ അടപ്പ് തന്നെ നമ്മൾ എടുക്കുക. എന്നിട്ട് ഇതേപോലെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ കേക്ക് നല്ല ഹൈറ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിത് ലെയർ ചെയ്തിട്ട് വേണം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാനായിട്ട്. പക്ഷേ നമ്മുടെ കേക്ക് ലെയർ ആക്കി എടുക്കാൻ മാത്രമൊന്നുമില്ല, ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 2 ജാറിനുള്ളതാണ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത്. പക്ഷേ ബാക്കി വന്ന ആ കേക്കിൻ്റെ ഭാഗങ്ങളെല്ലാം നമുക്ക് യൂസ്ഫുൾ ആകും. അത് വെച്ചിട്ട് നമുക്ക് ജാർ കേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ നമ്മുടെ ഓരോ ജാറിലേക്കും ഇതേപോലെ ലെയർ വെച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കണം. ശേഷം ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സാധാരണ കേക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വിപ്പിംഗ് ക്രീം ഇതേപോലെ പൈപ്പിംഗ് ബാഗിൽ ആക്കിയിട്ടാണ് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അതാണ് ഒന്നും കൂടെ ഈസി ആയിട്ടുള്ളത്. ഇങ്ങനെ ചെയ്തെടുക്കുക, എന്നാലാണ് നമുക്ക് ജാർ കേക്ക് നല്ല നീറ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഈ എടുത്തിട്ടുള്ളത് കുറച്ച് ബദാമും അതുപോലെ തന്നെ ചോക്കോ ചിപ്സും കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. നട്ടി ബബിളിൻ്റെ മെയിൻ ഐറ്റം അല്ലേ ഇത്, ബദാമും കാഷ്യൂസ് അതേപോലെ തന്നെ ചോക്കോ ചിപ്സൊക്കെ. ഞാനിപ്പോൾ കാഷ്യൂസ് എടുത്തിട്ടില്ല, ബദാമും ചോക്കോ ചിപ്സും മാത്രം. അത് ഓരോ കേക്കിൻ്റെ ഇടയിലും നമുക്ക് ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ നട്ട്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. ശേഷം അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക, ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് മറ്റ് ജാറും ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ജാറിൽ നമുക്ക് 3 ലെയർ കേക്ക്, അതായത് നമ്മളിപ്പോൾ ആ അടപ്പ് വെച്ചിട്ട് കട്ട് ചെയ്ത് വെച്ച ആ കേക്കില്ലേ, അങ്ങനെ 3 ലെയറായിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഈ ഒരു ജാറ് വന്നിട്ട് 200 ml ജാറുമാണ്. അപ്പോൾ നമ്മുടെ ജാറെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നട്ടി ബബിളിൻ്റെ കേക്ക് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ടോപ്പ് പോർഷൻ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഒരു പൈപ്പിംഗ് ബാഗിൽ ചോക്ലേറ്റ് ഗനാഷ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഞാൻ ആക്കി കൊടുക്കുന്നുണ്ട്. ഇത് ഇത്തിരി തിക്കായിട്ടാണുള്ളത്, പക്ഷേ അത് കുറച്ച് കഴിഞ്ഞാൽ അങ്ങ് കറക്റ്റായിട്ട് വന്നോളും. ഇതുപോലെ ചെയ്യണമെന്നൊന്നുമില്ല, ഇത് കേക്കല്ലല്ലോ, ജാർ കേക്കല്ല. അപ്പം ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒന്ന് ചെയ്തു എന്ന് മാത്രം. പിന്നെ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷിൽ ഞാൻ ചെറുതായിട്ടൊരു ഓറഞ്ച് കളർ കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്, നിർബന്ധമില്ല. പിന്നെ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാൻ അറിയാത്തവർക്കായിട്ട് ഞാൻ വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ബൂസ്റ്റ് ഇതുപോലെ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. ശേഷം കുറച്ച് നട്ട്സും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നട്ടി ബബിൾ ജാർ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ ബാക്കി വന്ന ഈ ഒരു പീസ് വെച്ചിട്ട് നമുക്ക് ഒരു ജാറ് കൂടി ചെയ്തെടുക്കാം. ഇതേപോലെ നമുക്ക് റാൻഡം ആയിട്ട് അങ്ങ് പൊടിച്ച് കൊടുക്കാം. ഷേപ്പൊന്നും വേണമെന്നില്ല, ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് ജാർ എടുക്കുക, എന്നിട്ട് അതിൽ നമ്മൾ ഒന്ന് ലെവൽ ചെയ്തിട്ടൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം, ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ നേരത്തെ ജാർ ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് കപ്പ് കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊന്ന് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കപ്പ് കേക്കിൽ അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ നട്ട്സും ചോക്കോ ചിപ്സും കൂടിയിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം.
പിന്നെ അതുപോലെ തന്നെ കുറച്ച് ബൂസ്റ്റും കൂടി ടെസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കപ്പ് കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കപ്പ് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ റോസറ്റിൻ്റെ നോസിലാണ് എടുത്തിട്ടുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്